അധ്വാനിക്കണം, ജോലിയെടുക്കണം. മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുലു മിൻ അമലി യദൈഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുപ്പക്കാർ അധ്വാനിക്കണം, ജോലിയെടുക്കണം. ജോലിയെടുത്തുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ഖൈറായ ഭക്ഷണം. ദാവൂദ് നബി ഇസ്ലാം ഇരുമ്പിന്റെ ജോലിയെടുത്ത ആളാണ്. ജോലിയെടുക്കണം, പക്ഷേ അല്ലാഹുവിന്റെ മേൽ തവക്കുൽ വേണം. കൊടുക്കുന്നവൻ അല്ലാഹ്, തടയുന്നവൻ അല്ലാഹ്. അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം വേണം. ഞാൻ സംസാരിക്കുന്നില്ല, സാമ്പത്തിന്റെ മുന്നിൽ നമ്മുടെ ഈമാൻ പണയം വെച്ചു പോകരുത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിലുള്ള തവക്കുൽ, അല്ലാഹുവിലുള്ള തവക്കുൽ എന്താണ് അതിന്റെ പവർ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് കണ്ടില്ലേ? ഒരാൾ ഒരു സംഖ്യ കടം വാങ്ങാൻ വേണ്ടി കപ്പലിൽ കയറിപ്പോയി. അന്നകലത്തുന്ന ഒരാളോട് കടം ചോദിച്ചു. 1000 ദീനാർ കടം കൊടുക്കാൻ പറഞ്ഞു. 1000 ദീനാർ കടം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, ആരാണ് സാക്ഷി? കഫാ ബില്ലാഹി ഷഹീദാ, എനിക്ക് സാക്ഷിയായി അല്ലാഹു മതി. ആരാണ് ജാമ്യക്കാരൻ? കഫാ ബില്ലാഹി കഫീല, അല്ലാഹു മതി. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് അല്ലാഹ്. ഈ ചിന്തയുള്ള മഹാൻ. അപ്പോൾ ഈ കടം കൊടുക്കുന്ന ആൾക്ക് തോന്നി, എനിക്കും പോരെ അല്ലാഹ്, എനിക്കും അല്ല മതി. കടം കൊടുത്തു, കടം വാങ്ങി അവധിയെത്തി അദ്ദേഹം പോയി. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം ബിസിനസ് നടത്തി, അദ്ദേഹം പണം സമ്പാദിച്ചു. സംഖ്യ തിരിച്ചു കൊടുക്കേണ്ട അവധി ദിവസം വന്നപ്പോൾ അദ്ദേഹം കടൽക്കരയിൽ ചെന്നു. കപ്പലിൽ കയറി സംഖ്യയുമായി മുതലാളിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണം. 1000 ദീനാറും കൊണ്ട് ചെന്നു. കടൽക്കരയിൽ ചെന്നപ്പോൾ കപ്പലില്ല. ഇതെങ്ങനെ എത്തിച്ചു കൊടുക്കും? അദ്ദേഹം ബേജാറായി. അല്ലാഹുവിനെ സാക്ഷിയാക്കി വാങ്ങിയ കടം, അല്ലാഹുവിനെ ജാമ്യക്കാരനാക്കി വാങ്ങിയ കടം ഞാൻ എങ്ങനെ എത്തിക്കും? അല്ലാഹ്. മനസ്സിൽ തോന്നി. ഒരു മരക്കഷ്ണം ഇങ്ങെടുത്തു. ആ മരക്കഷ്ണം തുറന്നു. ആ തുറന്ന മരക്കഷ്ണത്തിന്റെ കുഴിയിൽ 1000 ദീനാർ വെച്ചു. ഒരു ചെറിയ എഴുത്തും വെച്ചു. അത് നന്നായി അങ്ങോട്ട് ഒട്ടിച്ചു കളഞ്ഞു. നന്നായി ഒട്ടിച്ചു. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ മരക്കഷ്ണമെടുത്ത് കടലിലേക്കൊരത്തേറാണ്. അല്ലാഹ്, നിന്റെ സാക്ഷിയാക്കി വാങ്ങിയ, നിന്റെ ജാമ്യക്കാരനാക്കി വാങ്ങിയ കടസംഖ്യ കൊടുക്കാൻ എനിക്ക് കപ്പലില്ല. നീ തന്നെ എത്തിച്ചു കൊടുക്കണം. വലിച്ചരേറ് കൊടുത്തു. അല്ലാഹുവിനെ ഏൽപ്പിച്ചു. അതിനടുത്ത് നമ്മളെ കുറ്റിയാടി സിറാജിൽ എന്റെ കലണ്ടർ കൊണ്ടുവരുമ്പോൾ, കലണ്ടർ മുമ്പ് വാങ്ങാത്തവർ 2009 കലണ്ടർ വാങ്ങാത്തവരൊക്കെ വരെ കലണ്ടർ വാങ്ങണം. ഒരു 10 റുപ്യ നിങ്ങൾ കൊടുത്താൽ അതുകൊണ്ട് സമ്പാദിക്കാനും കഴിയില്ലാതെ അറിയാം. അതൊരു പ്രചരണത്തിനാണ്. 5 റുപ്യ മുതലുണ്ടാവും. എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. അല്ലാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ നേരത്തെ പൈസ വന്നു. അത് എവിടെ ചെന്നാലും കിട്ടും. ഇന്നലെ കർണാടകയിൽ ബാങ്കിന് പോയി മടങ്ങി വരുമ്പോൾ ഒരു സംഖ്യ നിറയെ നേരത്തെ പൈസ ഉണ്ട്. അല്ലാഹുതആല ഒരിതും തരുന്നുണ്ട്, എവിടെ ചെന്നാലും തരുന്നുണ്ട്. നേർച്ചകൾ വലിയ ഫലവും അല്ലാഹുതആല തന്നിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തിട്ടെ. കലണ്ടർ ഒരു പ്രചരണത്തിനാണ്, എല്ലാവരും വാങ്ങണം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി 1000 ദീനാർ വെച്ചിട്ടുള്ള മരക്കഷ്ണം വലിച്ച് കടലിൽ ഏറി കൊടുത്തു. മടങ്ങിപ്പോന്നു. പിന്നെയും എന്ത് ചെയ്തു? 1000 ദീനാർ, ഒരാളോട് 1000 ദീനാർ കടം വാങ്ങിയിട്ട് ഒരു മരത്തിന്റെ ഉള്ളിലാക്കിയിട്ട് കടലിലെറിഞ്ഞാൽ മതിയോ? അതായത് എത്തിച്ചു കൊടുക്കുന്നവല്ലേ? ശരീഅത്തിന്റെ നിയമമനുസരിച്ച് അങ്ങനെ കടലിലെറിഞ്ഞാൽ പോരാ, അയാൾക്ക് എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈ മഹാൻ എന്ത് ചെയ്തു? ഈ മഹാൻ വേറെ 1000 ദീനാർ അത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും കടൽക്കരയിൽ വരും. കപ്പലുണ്ടോ നോക്കും. കപ്പൽ ഉണ്ടാവില്ല, മടങ്ങിപ്പോവും. ഒരു ദിവസം കപ്പൽ കിട്ടിയപ്പോ കപ്പലിൽ കയറി അദ്ദേഹം കൊടുക്കാനുള്ള വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കപ്പലിൽ കയറിയിട്ട് ചെന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, എന്നോട് ക്ഷമിക്കണം, കപ്പൽ കിട്ടാഞ്ഞിട്ടാണ് ഞാൻ വരാതിരുന്നത്. നിങ്ങളെ വഞ്ചിച്ചതല്ല, വാക്ക് പാലിക്കാതിരുന്നതല്ല.
പടച്ചവനെ സാക്ഷിയാക്കി വാങ്ങിയ 1000 ദീനാർ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ മനുഷ്യന്റെ മറുപടി അതാവധിക്ക് തന്നെ അവധി നിശ്ചയിച്ച അതേ ദിവസം തന്നെ 1000 ദീനാർ നിങ്ങൾ കൊടുത്തേച്ചത് കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെ കിട്ടി? ഞാൻ പറയാം. നിങ്ങൾ എന്റെ സംഖ്യ കൊണ്ടുവന്നു തരുമെന്ന നിലയ്ക്ക്, നിങ്ങൾ കപ്പലിൽ വന്ന് ഇറങ്ങുമെന്ന ചിന്തയിൽ ഞാൻ കടൽക്കരയിൽ വന്ന് നിങ്ങളെ സ്വീകരിക്കാൻ കാത്തുനിന്നു. അവധിയെത്തിയ ദിവസം ഞാൻ കടൽക്കരയിൽ കാത്തുനിന്നു. നിങ്ങൾ വരുന്നത് കാണുന്നില്ല, ഞാൻ കപ്പൽ കാണുന്നില്ല. ഞാൻ എന്റെ സംഖ്യ നിങ്ങൾക്ക് തന്നതല്ലേ, അവധിക്ക് സംഖ്യ നിങ്ങൾ എത്തിച്ചത് കാണുന്നില്ല, കപ്പലും കാണുന്നില്ല. ഞാൻ നിരാശനായി മടങ്ങാൻ നോക്കുമ്പോ ഒരു വിറകിന്റെ കൊള്ളി, ഒരു മരത്തിന്റെ കഷ്ണം തിരമാലകൾ ഇങ്ങനെ തട്ടിത്തട്ടി കരക്കേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. എനിക്ക് തോന്നി അതെടുത്തു കൊണ്ടുപോയാൽ എനിക്ക് കീറിയാൽ വിറകിന് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ എന്റെ വീട്ടിൽ കത്തിക്കാനുള്ള വിറകിന് വേണ്ടി ഞാൻ ആ മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നിട്ടത് കീറി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് 1000 ദീനാറും നിങ്ങളെ കത്തുവരിക്ക് കിട്ടിയല്ലോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിനെ ഏൽപ്പിച്ചവൻ, അല്ലാഹുവിനെ സാക്ഷിയാക്കിയവൻ, അല്ലാഹുവിനെ പ്രിയം വെച്ചവൻ, അല്ലാഹുവിനെ ജാമ്യക്കാരനാക്കിയവൻ, അല്ലാഹുവിനേക്ക് മനസ്സ് തിരിച്ചവൻ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. റബ്ബിന്റെ മേൽ തവക്കുലാക്കിയവൻ അല്ലാഹ് അവനെ മതിയാക്കുന്നവൻ തന്നെ. അല്ലാഹുവിനെ പ്രിയം വെച്ച് ജീവിക്കണം, അവന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമുക്ക് ആത്മീയ സംസ്കരണം ഉണ്ടാകണമെങ്കിൽ അള്ള ചെയ്ത നിയമത്തിൽ ഇങ്ങനെ പറയണം. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ള കൊടുത്തത് പറയുന്നു വലിയ ഇഷ്ടമാണ്. അത് കിബിറിന്റെ നിലക്ക് പറയരുത്, ഞാൻ വലിയവനാണെന്നുള്ള നിലക്ക് പറയരുത്, അള്ള എനിക്ക് തന്നു എന്നുള്ള നിലക്ക് പറയണം. ചിലർക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് അത് എന്റെ പവറാണില്ല തോന്നുക, അത് ഹമക്കത്തരാണ്. എന്റെ പവർ ഞാൻ എന്ന ചിന്ത വിവരക്കേടാണ്. ഞാൻ ഇല്ല മാനയില്ല അൻസ ഔലിയാക്കളിൽ ചെറിയ വിക്രി കേട്ടില്ലേ നിങ്ങൾ? പറഞ്ഞില്ലേ ഔലിയാക്കളെ ചെറിയ വിക്ർ ഞാനില്ല, ഞാനില്ല, ഇല്ല അൻത, നീ മാത്രമേ ഉള്ളൂ അല്ലാഹ്, ഞാനില്ല. എന്ത് ഞാന്? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ഉള്ളവൻ അല്ലാഹ്. അതിൽ ലയിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് മാ അനദാനില്ല ഇല്ല അന്ത, നീയാണ് ഉള്ളവൻ. സഹോദരന്മാരെ, അള്ള ചെയ്ത നിയമത്തിനെ ഓർമ്മിക്കണം. നമ്മൾ വല്ലവർക്കും വല്ല ഉപകാരം ചെയ്തെങ്കിൽ മറന്നു കളയണം. കാരണം അത് നമ്മളെ വകയിലല്ല, അത് അല്ലാഹുവിന്റെ വകയിലാണ്. 2 കാര്യം മറന്നു കളയണം, 2 കാര്യം ഓർമ്മിക്കണം. അതിലൊന്നാണ് നമ്മൾ ഒരാൾക്ക് ചെയ്ത ഉപകാരം മറന്നു കളയണം. കാരണം അത് അല്ലാഹുവിന്റെ വകയാണ്, നമ്മളെ വകയല്ല. അതേ സമയത്ത് നമുക്കൊരാളൊരു ഉപകാരം ചെയ്താൽ നമ്മളത് ഓർമ്മിക്കണം. ഖൈറിന്റെ കാരണമായവൻ ഭാഗ്യവാനാണ്. അതേ ഖൈറിന്റെ താക്കോലായി അള്ള നിശ്ചയിച്ചവരുണ്ട്. അവൻ ഖൈറിന്റെ താക്കോലായി അള്ള നിശ്ചയിച്ചവർക്ക് ഭാവുകങ്ങൾ, അഭിവാദ്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? നമുക്കുപകാരം ചെയ്തവരെ മറക്കാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ ചെയ്ത ഉപകാരം ഓർമ്മിക്കാൻ പാടില്ല. എല്ലാ കാര്യവും റബ്ബിൽ നിന്നാണെന്ന് ചിന്തിക്കണം. ഞാൻ എന്നതിന്റെ കൽബിന് തീരെ പാടില്ല.
എനിക്കൊന്നിനും കഴിയുമെന്ന ധാരണ അറിവുകേടാണ്. എന്റെ വയറ്റിൽ പെട്ടെന്നൊരു വേദന വന്നാൽ ഞാൻ വളഞ്ഞു നിന്നു പോകും. അധികം വേദന വന്നാൽ ഞാൻ ബാത്റൂമിൽ പോകേണ്ടി വരും. ഞാൻ അവിടെ നിന്ന് എന്റെ വയറ്റിന്ന് കുറച്ച് കൂടുതൽ വയറ്റിന്ന് പോയാൽ ഞാൻ ബോധം കെട്ട് വീണു പോകും. ബോധം കെട്ട് വീണാൽ പിന്നെ എന്നെ ജനങ്ങൾ എടുത്തു കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് വയറ്റിന്ന് പോയി എന്നാണ്. വയറ്റിന്ന് പോയത് നജസാണ്. സ്വർണമല്ല, വെള്ളിയല്ല, മുത്തല്ല, മാണിക്യമല്ല. വയറ്റിന് നജസ് കുറച്ച് കൂടുതൽ പോയാൽ ബോധം കെട്ട് വീഴുന്ന മനുഷ്യൻ അവരെന്തിന്റെ പേരെയാണ് അഹങ്കരിക്കുന്നത്? എന്തിന്റെ പേരെയാണ് അഹങ്കരിക്കുന്നത്? ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു, നാളെ ഞാൻ എവിടെയാണ്? ഖബറിന്റെ ഉള്ളിലാണോ അല്ല സ്റ്റേജിന്റെ മേലെയാണോ പറയാൻ എനിക്ക് സാധ്യമല്ല. ബാഹുവേദങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും തരണം റഹ്മാന്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു ചുരുക്കിയൊരു വാല് പറഞ്ഞു തരൂ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, ഇദാ ഖുംത ഫീ സലാത്തിക ഫസല്ലി സലാത്ത മുഅദ്ദി. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ഈ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോ. ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ കൽബിൽ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയില്ലെന്ന നിലക്ക് നിസ്കരിച്ചോ. ഇശാ ഇപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്, സുബ്ഹി നിസ്കരിക്കാൻ പാവപ്പെട്ട ഞാൻ ഉണ്ടാകുമോ? എനിക്ക് ഗ്യാരണ്ടിയില്ല, നിങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല, ഓ ചെറുപ്പക്കാരാ ഗ്യാരണ്ടിയില്ല. ശരിക്കാലോചിച്ചു, ഒരു പക്ഷേ നമ്മുടെ ഇശാഇ നിസ്കാരം അവസാനത്തെ നിസ്കാരമായി കൂടുന്നില്ല. അല്ലാഹു ഇനിയും ധാരാളം നിസ്കരിക്കാൻ നമുക്ക് അവസരം നൽകട്ടെ. ഓർത്തോളണം, ഏത് സമയത്ത് വിളിച്ചാലും യാത്ര പോകണം. അപ്പോൾ എന്റെ അടുത്ത നിമിഷത്തിൽ എന്റെ കഥ എന്താണെന്നറിയാത്ത മനുഷ്യൻ, എന്റെ അടുത്ത മണിക്കൂറിൽ ഞാൻ എവിടെയാണ് എങ്ങനെയാണെന്നറിയാത്ത മനുഷ്യൻ, ഞാൻ എന്റെ അടുത്ത ദിവസത്തിൽ എവിടെ കിടക്കുമെന്നറിയാത്ത മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, ഇത്രയും വിവരമില്ലാത്ത മനുഷ്യന് അഹങ്കാരത്തിന് അവകാശമുണ്ടോ? ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ അവകാശമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം മീശയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഞാൻ അങ്ങനെ തിരിക്കും മറിക്കുമെന്ന് ചിന്തിക്കുന്നതിന് അത് വല്ല അവകാശവും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ടോ? മനുഷ്യൻ പരിപൂർണ അടിമയല്ലേ? അടിമക്കന്റെ അഹങ്കാരമാണ്. അഹങ്കാരത്തിന് അവകാശം ഉടമക്കല്ലേ? ഉടമസ്ഥൻ ഒന്ന് മാത്രമല്ലേ? ലഹുൽ മുൽക്ക്, അധികാരമുള്ളവൻ ഒന്നല്ലേ? ലഹുൽ ഹംദ്, സർവസ്തുതിക്കും അർഹതയുള്ളവൻ ഒന്നല്ലേ? സുബ്ഹാനല്ലാഹ്, എല്ലാം അടക്കി ഭരിക്കുന്നവൻ ഒന്നല്ലേ? വലിയവൻ ഒന്നല്ലേ? ആ വലിയവനെ റബ്ബ് ലഹുൽ കിബ്രിയാഇ, അവന് മാത്രമാണ് വലിപ്പത്തരത്തിന് അവകാശമുള്ളത്. ഒരു പണ്ഡിതനും വലിപ്പത്തരത്തിന് അവകാശമില്ല, ഒരു പണക്കാരനും അവകാശമില്ല, ഒരു ധർമ്മിഷ്ഠനും അവകാശമില്ല. ഓ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ആർക്കാണ് രക്ഷയുള്ളത്? അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ നമ്മളോട് തട്ടിയുണർത്താൻ വേണ്ടി പറഞ്ഞില്ലേ, ഇസ്ലാമിക രംഗത്ത് സജീവ പ്രവർത്തനം നടത്തിയിട്ട്, അതേ സജീവമായ പ്രവർത്തനം നടത്തിയിട്ട്, ഞാൻ വലിയ പ്രവർത്തകനാണ്, ഞാൻ നേതാവാണ്, ഞാൻ വലിയ സേവനം ചെയ്തവനാണ്, ഞാൻ പ്രസംഗം നടത്തിയവനാണ്, ഞാൻ എഴുതിയവനാണ്, ഞാനല്ലെങ്കിൽ പലതും ചെയ്തവനാണ് എന്നൊക്കെ നമ്മളെ കൽവിൽ തോന്നിയാൽ അബദ്ധമല്ലേ? അവിടുന്ന് പറഞ്ഞില്ലേ, ഇസ്ലാമിക രംഗത്ത് പടമരുതാനൊരുങ്ങിയിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് ശരീരത്തിൽ വെട്ടും കുത്തുവേറ്റി അവസാനം യുദ്ധക്കളത്തിൽ മരിച്ചു വീണ ചിലരെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, ശരീരം തന്നില്ലേ, സൗകര്യം തന്നില്ലേ, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, ഞാൻ നിന്റെ ദീനിന് വേണ്ടി പടപെരുതിയില്ല റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടി പടപെരുതിയില്ലേ, ഞാൻ യുദ്ധം ചെയ്തില്ലേ, ഞാൻ യുദ്ധത്തിന് ശഹീദായി മരിച്ചില്ലേ എന്ന് പറയുമ്പോ ഖൽബിന്റെ അടിച്ചിട്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അവന്റെ പൊരുത്തം കരുതിയിട്ട് ചെയ്തതല്ലെങ്കിൽ അതേ ജനങ്ങൾക്കിടയിൽ പേരോ പ്രശസ്തിയോ സ്ഥാനമോ മാനമോ ലക്ഷ്യം വെച്ച് ചെയ്തവനാണെങ്കിൽ റബ്ബ് പറയുന്നത് കഥ
കഥബത്ത നീ കള്ളം പറഞ്ഞടാ, നീ കള്ളം പറഞ്ഞടാ. നീ എനിക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്തില്ല, എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചില്ല, എനിക്ക് വേണ്ടി നീ അധ്വാനിച്ചില്ല, എനിക്ക് വേണ്ടി നീ ഉറക്കമൊഴിഞ്ഞില്ല, എനിക്ക് വേണ്ടി നീ ശരീരം ബലിയർപ്പിച്ചില്ല, എനിക്ക് വേണ്ടി നീ സമ്പത്ത് ചെലവഴിച്ചില്ല. നീ അതൊക്കെ ചെയ്തത് അവൻ വലിയ ധീരനാണ്, സജീവ പ്രവർത്തകനാണ്, വലിയ വലിയ സേവനം ചെയ്യുന്നവരാണ്, നന്നായി പ്രവർത്തിക്കുന്നവരാണ്, ഏത് ശത്രുവിന്റെ മുമ്പിൽ ചാടിയിറങ്ങുന്ന ധീരനാണ് എന്നൊക്കെ ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ലടാ. നിന്റെ കൽവ് എന്തിലേക്ക് തിരിച്ചിട്ടില്ലല്ലോ, എന്നെ സ്നേഹിച്ച് ചെയ്തതല്ലല്ലോ, എന്റെ പൊരുത്തത്തിന് ചെയ്തതല്ലല്ലോ. മലക്കുകളെ, ഞാൻ കൊടുത്ത ആരോഗ്യം, ഞാൻ കൊടുത്ത ശരീരം, ഞാൻ കൊടുത്ത അവയവം, ഞാൻ കൊടുത്ത സമ്പത്ത്, ഞാൻ കൊടുത്ത ധീരത, ഞാൻ കൊടുത്ത എല്ലാം എനിക്ക് ചെലവഴിക്കാതെ കാലമാനത്തിന് ചെലവഴിച്ച അവനെ പിടിച്ച് നരകത്തിലേക്ക് എറിഞ്ഞു. പ്രവർത്തകന്മാരാലോചിച്ചോളും ഏത് പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിലും റബ്ബിനോട് കാവൽ ചോദിക്കണേ പ്രവർത്തകന്മാരെ. ഏത് രീതി പ്രവർത്തനം നടത്തുന്നവരും റബ്ബിനോട് താട് കേട് മാപ്പ് പറഞ്ഞോളണം. കൽവിലെന്തെങ്കിലും വേണ്ടാത്തത് തോന്നിയോ, ചെയ്ത പ്രവർത്തനം മുഴുവനും നഷ്ടപ്പെട്ടില്ലേ, നരകം സമ്പാദിച്ചില്ലേ. അതേ സമയത്തതാ ധർമ്മം ചെയ്ത ചില മുതലാളിമാരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. അവരെന്തേ ചെയ്തത്? ധർമ്മം ചെയ്തിട്ടുണ്ട്, പക്ഷേ റബ്ബിന് വേണ്ടി ചെയ്തതല്ല, സ്ഥാനമാനത്തിന് ചെയ്തതാണ്, പേരെടുക്കാൻ ചെയ്തതാണ്. റബ്ബിന്റെ മുമ്പിൽ ചോദിക്കുമ്പോ ഞങ്ങൾ ധാരാളം ധർമ്മം ചെയ്തു എന്ന് മറുപടി പറയുമ്പോ എനിക്ക് വേണ്ടി ചെയ്തതല്ല, പിടിച്ചു നരകത്തിലേക്ക് എറിഞ്ഞു. റബ്ബിന്റെ നിർദ്ദേശമാണ് മറ്റൊരു വിഭാഗത്തെ ഹാജരാക്കുന്നത്. പണ്ഡിതന്മാരെയാണ് കേട്ടോ, പണ്ഡിതനാണ്, ധാരാളം വാങ്ങി പറഞ്ഞിട്ടുണ്ട്, ധാരാളം ക്ലാസ് എടുത്തിട്ടുണ്ട്, ധാരാളം ദർസ് നടത്തിയിട്ടുണ്ട്, ധാരാളം ഇൽമു പറഞ്ഞിട്ടുണ്ട്. റബ്ബിന്റെ പൊരുത്തമല്ലാത്തത് കൽവിൽ ചിന്തിച്ചുകൊണ്ടാണോ ചെയ്തത്? റബ്ബിന്റെ ചോദ്യം എന്ത് ചെയ്തടോ, ഇൽമു തന്നില്ലേ? റബ്ബിന്റെ മറുപടി, റബ്ബിനോട് മറുപടി, ഞാൻ നിന്റെ ദീനിന് വാങ്ങി പറഞ്ഞില്ലേ, ക്ലാസ് എടുത്തില്ലേ, സംവാദം നടത്തിയില്ലേ, അറിയില്ലേ, ദർസ് നടത്തിയില്ലേ? റബ്ബിന്റെ മറുപടി കഥവിട്ട കള്ളം പറഞ്ഞടാ, ഈ കള്ളം പറഞ്ഞടാ, നീ എന്റെ പൊരുത്തത്തിന് ചെയ്തതല്ല. ഈ വലിയ ആലിമാണെന്ന് പറയാൻ, സ്വാഗതം കേൾക്കാൻ, നന്ദി കേൾക്കാൻ, പത്രത്തിൽ പേര് വരാൻ, അതേ നിന്റെ പത്രത്തിൽ നിന്റെ ചിത്രം വരാൻ, നിന്റെ ജനങ്ങൾ പ്രശംസിക്കാൻ, നിന്നെ കാണുമ്പോ എഴുന്നേൽക്കാൻ, ബഹുമാനിക്കാൻ, കൈപിടിക്കാൻ, അല്ലേ ഇവരെയും പിടിച്ച് നരകത്തിലേക്കറിയൂ മലക്കുകളെ. ഇഖ്ലാസില്ലാതെ പ്രവർത്തിച്ചവന് നരകത്തിലേക്ക് വലിച്ചെറിയാൻ നിർദ്ദേശമാണ്. റബ്ബേ, നിന്റെ ഔലിയാക്കളെ പോലെ, ആരിഫീകളെ പോലെ, സഹാബികളെ പോലെ, അമ്പിയാക്കളെ പോലെ സംശുദ്ധമായ മനസ്സൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അടിമകൾക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവല്ല റഹ്മാനേ, ഞങ്ങളെ മനസ്സ് നീ ശുദ്ധിയാക്കണം റഹ്മാനേ, ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണം റഹ്മാനേ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ നിഅ്മത്തുകൾ ഓർമ്മിക്കണം, എടുത്തു പറയണം. അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിന്റെ നിഅ്മത്തുകൾ എടുത്തു പറയണം. വേവലാതിയും ആവലാതിയും അല്ലാഹു തന്റെ ചെറിയ രോഗം, ചെറിയ വിഷമം, ചെറിയ പ്രയാസം, ചെറിയ ഞെരുക്കം, അതൊക്കെ ക്ഷമിക്കണം. അതിങ്ങനെ പാടുകടക്കരുത്. നമുക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടുമെന്ന് തോന്നുന്ന ഒരു മഹാനോട്, ഒരു സയ്യിദിനോട്, ഒരു പണ്ഡിതനോട്, അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവനോട്
അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവരോട്, അങ്ങനെ ദുആക്കുത്തരം കിട്ടാനുള്ള സ്ഥലങ്ങളിൽ പോകുന്നവരോട് അവരോട് ദുആ ചെയ്യാൻ പറയരുത് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സമയത്ത് എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോ അതിങ്ങനെ എപ്പോഴും പറഞ്ഞു നടക്കുന്ന സ്വഭാവം അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല. ആത്മീയ സംസ്കരണമുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന സ്വഭാവമല്ല. അവരുടെ ചിന്ത എപ്പോഴും അള്ളാഹ് ചെയ്ത നിയമത്തിലാണ്. അള്ളാഹ് കൊടുക്കുന്ന വിഷമങ്ങളൊക്കെയും അവരെ ദോഷം പൊറുക്കാനാണ്, അവർക്ക് ദറജ വർദ്ധിക്കാനാണ്. അത് റബ്ബിന്റെ സമ്മാനമാണ്. അവരെ ചിന്ത അങ്ങനെയാണ്. സഹോദരന്മാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പോവാണ് മരുഭൂമിയിലൂടെ. ഒരു റുമ്മാൻ പഴം തിന്നണമെന്നൊരാഗ്രഹം. മഹാനവറുകൾ ഇങ്ങനെ നടക്കുമ്പോൾ റുമ്മാൻ പഴം കിട്ടി. അത് പറിച്ചു. ഹലാലായ പഴമാണ്, ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ല, കാട്ടിലുള്ളതാണ്. പറിച്ചു, തിന്നു. വല്ലാത്ത പൊളിച്ചിട്ട് തിന്നൂടാ. അവിടുത്തു നടന്ന് പിന്നെയും നടന്നു. അങ്ങോട്ടെത്തുമ്പോ ഒരു മനുഷ്യൻ കിടക്കുന്നു. ആ കിടന്ന മനുഷ്യന്റെ ശരീരമാസങ്ങളും കടന്നലുകൾ വന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം ഖവാസ് നമുക്ക് സങ്കടം തോന്നി. വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം, വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. ഇബ്രാഹിം ഖവാസ് തങ്ങൾ കൈഫ അറഫ്തനി, എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി? ഇബ്രാഹിമേ ഇബ്രാഹിമേ മൻ ഖാഫ അല്ലാഹ ലം യഖ്ഫ അലൈഹി ശൈഅ. അല്ലാഹുവിനെ ശരിക്ക് ഭയപ്പെട്ട ഒരു മനുഷ്യൻ ജീവിച്ചാൽ ലം യഖ്ഫ അലൈഹി ശൈഅ, അദ്ദേഹത്തിന് അറിയാത്ത കാര്യമില്ല. ഇബ്രാഹിമേ, അല്ലാഹുവിനെ പ്രിയം വെച്ച് ഭയപ്പെട്ട് ജീവിച്ചവൻ അവരാവശ്യമുള്ളത് അല്ലാഹ് അറിയിച്ചു കൊടുക്കും. ഇത്തഖുല്ലാഹ വയഅലിമുക്കുമുല്ലാഹ്. നിങ്ങളൊരു വലിയ അവസ്ഥയുള്ള മഹാനാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് റബ്ബിനോടൊന്ന് ദുആ ചെയ്തൂടെ? ഈ കടന്നൽ കുത്തുന്നതൊന്ന് ഒഴിവായി കിട്ടാൻ നിങ്ങൾ അല്ലാഹുവോട് പറഞ്ഞ അല്ലാഹു ഉത്തരം തരില്ലേ? ഓ ഇബ്രാഹിമേ, നിങ്ങളും വലിയൊരവസ്ഥയുള്ള ആളല്ലേ ഇബ്രാഹിമേ, നിങ്ങൾക്ക് അല്ലാഹുവോട് ദ്വാരന്നൂടെ? എനിക്ക് ഈ റുമ്മാമ്പയം തിന്നണം എന്നുള്ള ആശയൊന്നും എന്റെ മനസ്സിൽ തരണ്ട. നിങ്ങൾക്കും ദ്വാരന്നൂടെ? നിങ്ങൾ റുമ്മാമ്പയം തിന്നണോട് ആശിച്ച് ഇങ്ങനെ നടന്നിട്ട് റുമ്മാമ്പയം കിട്ടിയപ്പോ തിന്നിട്ട് പുളിച്ചിട്ട് അതും ബെൽച്ചെത്തിട്ട് വരികയുണ്ട്. നിങ്ങൾ അല്ലാഹുവോട് പറഞ്ഞൂടെ എനിക്ക് അങ്ങനത്തെ ആശയൊന്നും മനസ്സിൽ തരണ്ട? നിങ്ങൾ വേർക്കാൻ, എന്നോട് വേർക്കാൻ പറയും. ഓ ഇബ്രാഹിമേ, ഉമ്മാൻ പഴത്തിന്റെ കുത്തുവല്ലാത്ത വേദനയുള്ള കുത്താണ്. കടന്നലിന്റെ കുത്തു നല്ല രസമുള്ള കുത്താണ്. എന്തേ കാരണം? അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. മഹാന്മാര് മനസ്സ് ബുദ്ധിയുള്ള മഹാന്മാരെ അവസ്ഥ നോക്കുന്നു. ثم لتسألن يومئذ عن النعيم. ഇബ്രാഹിമേ, പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ അല്ലാഹ് ചോദിക്കുന്നത് ചെയ്ത നിയമത്തിനെ കുറിച്ചാണ്. ഇബ്രാഹിമേ, ഞാൻ അങ്ങനെ തന്നില്ലേ, ഇങ്ങനെ തന്നില്ലേ, അങ്ങനെ തന്നില്ലേ, എന്ത് ചെയ്തു എന്ന് റബ്ബിന്റെ അടുക്കൽ ചോദ്യമാണ് ഇബ്രാഹിമേ. അപ്പൊ റബ്ബിന്റെ അടുക്കലെത്തുമ്പോ നിങ്ങൾക്ക് നല്ല മധുരമുള്ള റുമ്മാമ്പഴം കിട്ടിയെങ്കിൽ അല്ലാഹ് നിങ്ങളോട് ചോദിക്കും, നല്ല മധുരമുള്ള റുമ്മാൻ ഞാൻ തന്നില്ലേ, അതിന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് ചോദ്യമാണ്. ഇവിടെ കുത്തിടാൻ നല്ല രസമാണ്. പക്ഷേ ആ റുമ്മാൻ പഴത്തിന്റെ ഓരോ മണികൾക്കും റബ്ബിന്റെ അടുക്കൽ ചോദ്യം വരുന്ന സമയത്ത് അത് കുറച്ച് വേദനയുള്ള റുമ്മാനാണ് ഇബ്രാഹിമേ.
നേരമറിച്ച് എന്റെ കടന്നൽ കുത്തുന്നതല്ലേ നിങ്ങളെ പ്രശ്നം. കടന്നൽ എന്റെ ഓരോ കുത്തുമ്പോ അതിനൊക്കെയും ക്ഷമിച്ചു നിൽക്കുന്നത് കൊണ്ട് എനിക്കല്ല ഇങ്ങനെ പ്രതിഫലം റിക്കാർഡാക്കുന്നുണ്ട്. എന്റെ ഓരോ മുസീബത്തിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മുസീബത്തും എനിക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യമാണ്. ഇബ്രാഹിമേ, നിങ്ങളുടെ ആ റുമ്മാമ്പഴം തിന്നണമെന്ന ചിന്തയുണ്ടല്ലോ, അത് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്, പിന്നെ മറുപടി പറയേണ്ട കാര്യമാണ് ഇബ്രാഹിമേ. അതേ സമയത്ത് മുസീബത്തുകളൊക്കെ പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്, അതെനിക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് ഇബ്രാഹിമേ. സാലിഹീങ്ങളെ ചിന്തയാണ് ഉമ്മമാരെ. അല്ലാഹുവിനെ പ്രിയം വെക്കാത്ത ജനങ്ങളാകുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും? ഒരു വല്ലാത്ത തലവേദന വരുമ്പോ പടച്ചോനെന്താ എനിക്ക് ചില തലവേദന വരാൻ കാരണം? എന്താ പടച്ചോനെന്റെ മോനെ അങ്ങോട്ട് മരിക്കാൻ കാരണം? പടച്ചോനെന്താ എന്റെ കുഞ്ഞിക്ക് ഇങ്ങനെ ഒരു രോഗം തരാൻ കാരണം? എന്റെ അള്ളാന്റെ മുന്നിൽ പടച്ചവനെന്ത് എന്നോട് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറയുന്ന ചില ഉമ്മമാരില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന സഹോദരന്മാരില്ലേ? നീയും റബ്ബും തമ്മിലുള്ള ബന്ധം ശരിയായ ബന്ധമല്ല കേട്ടോ. നീയും റബ്ബും തമ്മിലുള്ള സ്നേഹം ശരിയായ സ്നേഹമല്ല കേട്ടോ. നിനക്കറിയില്ലേ പെണ്ണ്, നിന്റെ ഭർത്താവിനെ നീ ശരിക്കൊന്ന് സ്നേഹിച്ചാൽ, നിന്റെ ഭർത്താവിനെ നീ കൽബ് കൊണ്ട് സ്നേഹിച്ചാൽ, ആ ഭർത്താവ് നിന്നെ അതേ നിന്നോടുള്ള സ്നേഹത്തോടെ നിന്നോട് പെരുമാറുന്നതിനിടയിൽ നിന്റെ നെഞ്ചിലൊന്ന് കൈകുത്തിപ്പോയാൽ, അല്ലെങ്കിൽ നിന്റെ കാലിലൊന്ന് ചവിട്ടിപ്പോയാൽ, അല്ലെങ്കിൽ നിന്നെയൊന്ന് വേദനയാക്കിപ്പോയാൽ, നീ നിനക്ക് വേദനയായോ എന്ന് ഭർത്താവ് ചോദിക്കുമ്പോ ഇല്ല ഇല്ല എന്നല്ലേ നിന്റെ മറുപടി? നീ സ്നേഹിക്കുന്ന നിന്റെ ഉസ്താദിനോട് ചെരുപ്പ് കൊണ്ട് നിന്റെ കാലുമലൊന്ന് ചവിട്ടിപ്പോയാൽ, ഉസ്താദ് ചവിട്ടിപ്പോയോ മോനെ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഇല്ല എന്നല്ലേ നിന്റെ മറുപടി? എന്നിട്ട് നീ ആരും കാണാതെ മറ്റൊരു സ്ഥലത്ത് പോയി കാല് തടവുകയല്ലേ? ഉസ്താദിനറിയണ്ട ഞാൻ വേദനയായത് അറിയണ്ടെന്നല്ലേ നിന്റെ ചിന്ത? എന്റെ സ്നേഹമല്ലേ കാരണം? എങ്കിൽ നിന്നെയും എന്നെയും സൃഷ്ടിച്ച് എല്ലാം തന്ന രാജാവായ റബ്ബി, ആ റബ്ബെന്തെങ്കിലും ചെറിയ മുസീബത്ത് തരുമ്പോ അല്ലെങ്കിൽ വലിയ മുസീബത്ത് തന്നെ തന്നാൽ അവിടെയെല്ലാം നീയും ഞാനും പറയേണ്ട വാചകം ഇന്നേ എനിക്കതിലൊരു പ്രതിഷേധവുമില്ലല്ലോ, എനിക്കതിലൊന്നും പറയാനില്ലല്ലോ. ഞങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഉള്ളതല്ലേ, അവന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ലേ, അവന്റെ ഇഷ്ടം പോലെ അവൻ കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് സംതൃപ്തിയല്ലേ. നമ്മളെല്ലാം ആ റബ്ബിലേക്ക് മടങ്ങി പോകുന്നവരല്ലേ. അവിടെ ചെന്നാൽ അവൻ വെറുതെ ആക്കൂലല്ലോ, എല്ലാ മുസീബത്തിലും അവൻ സമ്മാനം തരുമല്ലോ, എല്ലാ രോഗം കൊണ്ടും ദോഷം പൊറുക്കുമല്ലോ, ഏത് പ്രയാസമുണ്ടെങ്കിലും അതിന് സ്വർഗത്തിലല്ല ദറജ വർദ്ധിപ്പിക്കുമല്ലോ, ഏത് മുസീബത്തിലും പ്രതിഫലം തരുമല്ലോ. അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ. ആ രാജാവിനോടുള്ള സ്നേഹമല്ലേ എന്റെ കൽവിൽ. ആ രാജാവ് എനിക്ക് തന്നൊക്കെ തൃപ്തിതല്ലേ, സന്തോഷം തന്നെ, എനിക്കൊരു കംപ്ലൈന്റുമില്ല. അതാണ് റബ്ബിനെ സ്നേഹിക്കാൻ കൽബ് ശുദ്ധീകരിച്ച മഹാന്മാര സ്വഭാവം. അതാണ് സഹോദരന്മാരെ നമ്മൾ കേവലാദികൾ പറഞ്ഞു നടക്കരുത്. അതേ സമയത്ത് റബ്ബിന്റെ നിയമത്തുകൾ പറയണം. അത് റബ്ബ് തന്നു എന്ന നിലയ്ക്ക് റബ്ബിനോടുള്ള സ്നേഹം നിമിത്തം പറയണം. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ നന്മകൾ ഇങ്ങനെ കൂട്ടാളികളോട് പറയും, എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഭർത്താവാണ്, ഇങ്ങനെ ചെയ്യുന്ന ഭർത്താവാണ് എന്ന് ഭർത്താവിനെ കുറിച്ച് പറയും, മഹത്വം പറയും. സ്നേഹിക്കാത്ത ഭാര്യക്കത് പറയാൻ കഴിയില്ല. എങ്കിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമ അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ അൽഹംദുലില്ലാഹി തംലഉ മാ ബൈനസ് സമാഇ വൽ അർള്. ധാരാളം പറയണം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഏറ്റവും ചുരുങ്ങിയത് കഴിയുമെങ്കിൽ രാവിലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
വൈകുന്നേരവും പറയണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധതയെ നാം വാഴ്ത്തുന്നു. ഒരു ന്യൂനതയുമില്ലാത്തവനാണ് അവൻ. വബിഹംദിഹി, അവനെ പുകഴ്ത്തി പറയുന്നതോടുകൂടെ, അവനെ സ്തുതിക്കുന്നതോടുകൂടെ ധാരാളം ചൊല്ലണം ഉമ്മമാരെ. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി. അതും രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം പ്രത്യേകം സുന്നത്താണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പ്രത്യേകം സുന്നത്താണ്. ധാരാളം റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും പറയണം അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിക്കണം. ധാരാളം ദിക്റുകൾ ചൊല്ലണം. അപ്പോഴാണ് കൽബ് തെളിയുന്നത്, അപ്പോഴാണ് കൽബ് ശുദ്ധീകരിക്കപ്പെടുന്നത്. നാവ് കൊണ്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം. നാവ് കൊണ്ട് മനസ്സ് തുടക്കുക, അതിന് ദിക്റ് കൂട്ടി തുടക്കുക. ഇങ്ങനെ ദിക്റ് ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മുടെ കൽബിന് വലിയ നൂറ് തരും, വലിയ പ്രകാശം തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലണം. ഇപ്പോൾ സമയമില്ല, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയത്തിലും പ്രസംഗിച്ച സീറ്റുകളുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല സുഖമായി കേൾക്കാൻ സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നീട്ടുന്നില്ല. ഞാൻ നാലാപുരത്തി കഴിഞ്ഞ കൊല്ലം 7 ദിവസം വേണം പറഞ്ഞു, അതിന്റെ 9 കൊല്ലം 7 ദിവസം പറഞ്ഞു, അതിന്റെ 9 കൊല്ലം 7 ദിവസം പറഞ്ഞു. ഒക്കെ സീഡ് കിട്ടും. അതിനൊക്കെ സീഡുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഖണ്ഡന പ്രസംഗം കേൾക്കുന്നവർക്ക് അതിന്റെ സീഡികളുണ്ട്, ധാരാളം കേൾക്കാനുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയ സീഡിയുണ്ട്. ഇതിലൊന്നിന്റെ പേരാണ് സലഫിയുടെ ആദർശങ്ങൾ വേലി വിവാദം. അതൊരു വേലി വിവാദമുണ്ട്, ഇത് കേൾക്കേണ്ടതാണ് എല്ലാവരും. മറ്റൊന്നാണ് സലഫിയുടെ മദ്ഹ്, അബൂജഹലിന്റെ കുഫ്ർ. സലഫി വന്നിട്ട് മൗലവി വന്നിട്ട് പറഞ്ഞു 11 മദ്ഹ് പറഞ്ഞു അബൂജഹൽ, 11 ഖുർആനിലാണ്. അത് ഓരോന്നോട് നക്കമിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാടുണ്ട് പ്രമാണങ്ങൾക്കെതിരെ സലഫിയുടെ നുണകൾ, കളവ് ഇങ്ങനെ പറഞ്ഞു. ജനറൽ പ്രസംഗത്തിന്റെ ജീവിതം ധാരാളം വേണ്ടവർക്ക് അത് കേൾക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു നിർത്തുക. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിനുള്ള ദിക്ർ എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കിട്ടുന്ന സമയമൊക്കെ ദിക്റിന് ഉപയോഗപ്പെടുത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറനീ റബ്ബീ ബിതിസ്ഇൻ, 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു. ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം. വെറും പരസ്യമായിട്ട് നന്നായാ പോരാ, രഹസ്യ ജീവിതം നന്നാകണം. ആള് കാണാത്തപ്പോ നിന്റെ കോപ്പിരാട്ടി എന്താ, ആള് കാണാത്തപ്പോ നിന്റെ പ്രവർത്തനം എന്താ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാണുന്നതിനെ കുറിച്ച് നീയും ഞാനും ചിന്തിക്കുന്നില്ല. അല്ലാഹു അറിയുന്നതിനെ കുറിച്ച് നീയും ഞാനും ഭയപ്പെടുന്നില്ല. ജനങ്ങൾ കാണുമെങ്കിലും നീയും ഞാനും അത് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്, ഒരു 6, 7, 8 വയസ്സുള്ള ഒരു കുട്ടി കാണുമെങ്കിൽ ചെയ്യാത്ത തെറ്റുകൾ പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ച് ചെയ്തില്ലേ ചെറുപ്പക്കാരാ? ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം. പരസ്യമായി മാത്രം ഭയപ്പെട്ടാൽ പോരാ, രഹസ്യമായി മാത്രം ഭയപ്പെട്ടാൽ പോരാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ പുറമെ വൽ ഖസ്ദി ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതത്വം പാലിക്കണം. എത്ര കിട്ടിയാലും അനാവശ്യം ചെലവഴിക്കരുത്. എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള ചെലവുകൾ ചുരുക്കരുത്. സംതൃപ്തി മനസ്സിലുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തുമൊക്കെ നീ നീതിയുടെ വാചകമേ പറയാവൂ. ഒരിക്കലും അനീതി സംസാരിക്കരുത്, ഒരിക്കലും അനീതിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എവിടെയും നീതി, ആരുടെ മുന്നിലും നീതി, എപ്പോഴും നീതി. അത് നിന്റെ മുഖമുദ്രയാകണം. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പടയങ്കി അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി വീണുപോയി. ആ പടയങ്കി നോക്കി കുറെ തെരഞ്ഞു നടന്നു, എവിടെയും കാണുന്നില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു 1, 2 ദിവസം കഴിഞ്ഞ് അങ്ങാടിയിൽ ചെന്ന് നോക്കുമ്പോ ആ പടയങ്കി ഒരു യഹൂദി വെച്ച് വിൽക്കുകയാണ്.
യഹൂദിയെ തൊണ്ട് സഹിതം പിടിച്ചു. എന്റെ പടയങ്കിയാണ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം കൂട്ടാക്കിയില്ല. അലി റളിയല്ലാഹു അൻഹു കോടതിയിലേക്ക് പോയി. ഭരണാധികാരിയായ അലി റളിയല്ലാഹു അൻഹു താൻ തന്നെ നിശ്ചയിച്ച കോടതിയിലേക്ക് ജഡ്ജിയുടെ സമീപത്ത് ചെന്നു. ആരാണത്? മഹാപണ്ഡിതനായ സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. കോടതിയിൽ കേസ് ബോധിപ്പിച്ചു. സുറൈഹുൽ ഖാദി ചോദിച്ചു, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടേതാണ് പടയത്തി എന്നതിന് സാക്ഷിയുണ്ടോ? യഹൂദി പറയുന്നത് എന്റേതാണെന്നാണല്ലോ, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. ആരാ സാക്ഷി? എന്റെ മകൻ ഹസൻ സാക്ഷിയാണ്. എന്റെ മകൻ ഹസൻ സാക്ഷിയാണ്. എന്റെ അടിമ ഖംബറും സാക്ഷിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് സുറൈഹുൽ ഖാദി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, സ്വന്തം ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ സ്വീകരിക്കൂല. മകൻ ബാപ്പക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ കോടതിയിൽ സ്വീകരിക്കൂല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു അത്ഭുതമാണ്. അതിലും മിൻ അഹ്ലിൽ ജന്നത്തി, സ്വർഗക്കാരിൽപ്പെട്ട ഒരു മഹാനല്ലേ എന്റെ മകൻ ഹസൻ. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള ചെറുപ്പക്കാരൻ നേതാവനാണ് എന്നല്ലേ പറഞ്ഞത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അങ്ങനത്തെ ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ നേതാവായിട്ട് സാക്ഷിക്ക് പറ്റൂലാന്നാണോ പറയുന്നത്? സുറൈഹുൽ ഖാദി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ബലാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ നേതാവാണ്, സ്വർഗത്തിലെ ചെറുപ്പക്കാര നേതാവാണ്. അല്ലാഹുവിന്റെ റസൂൽ നേതാവെന്ന് വിളിച്ചാലാണ്. മകനാണ്, വലിയ മഹാനാണ്, ബറക്കത്തുള്ള ആളാണ്, വലിയ തങ്ങളാണ്, തങ്കന്മാരെ നേതാവാണ്, ഉപ്പാപ്പയാണ്, എല്ലാ ബഹുമാനവും ഉണ്ട്. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം മറികടക്കാൻ നിവൃത്തിയില്ല. ശരീഅത്തിന്റെ നിയമം മറികടക്കാൻ നിവൃത്തിയില്ല. ശരീഅത്തിന്റെ നിയമം എന്താണ്? ബാപ്പയ്ക്ക് വേണ്ടി മകൻ സാക്ഷി പറഞ്ഞാൽ എടുക്കൂല. ബാപ്പയ്ക്ക് വേണ്ടി മകൻ സാക്ഷി പറഞ്ഞാൽ എടുക്കൂല. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു തങ്ങളുമില്ല കേട്ടോ, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു ആലിമുമില്ല കേട്ടോ, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു ശൈഖുമില്ല കേട്ടോ, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു മുരീദുമില്ല കേട്ടോ, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു തരീഖത്തുമില്ല കേട്ടോ, ശരീഅത്ത് വിട്ടുകൊണ്ട് ആത്മീയ രംഗത്ത് ഒരു വഴിയുമില്ല കേട്ടോ. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ഓ നബിയേ, മഹത്തായ ശരീഅത്തിന്റെ മേൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. ആ ശരീഅത്ത് വിട്ടുകൊണ്ട് വിവരമില്ലാത്തവരുടെ വാക്കിനെയോ പ്രവൃത്തിയെയോ തുടർന്ന് പോകല്ല കേട്ടോ. ശരീഅത്ത് വിട്ടുകൊണ്ട് എത്ര വലിയ ആളാണെങ്കിലും സ്വീകരിച്ചുകൂടല്ലോ അമീറുൽ മുഅ്മിനീൻ. ശരീഅത്തിന്റെ നിയമമല്ലേ, ബാപ്പയ്ക്ക് വേണ്ടി മകൻ സാക്ഷി പറഞ്ഞാൽ എടുത്തുകൂടല്ലോ. പറഞ്ഞു, എനിക്ക് വേറെ സാക്ഷ്യമൊന്നുമില്ല, സംഗതി എന്റെ തൊപ്പി എന്റെ അല്ലേ, പക്ഷെ എനിക്ക് വേറെ സാക്ഷിയില്ല. അതുകൊണ്ട് യഹൂദിയെ വിളിച്ചു പറഞ്ഞു, യഹൂദി അത് നീ എടുത്തോ, എനിക്ക് മകനല്ലാതെ വേറെ സാക്ഷ്യമൊന്നുമില്ല, അത് നീ എടുത്തോ. അപ്പോഴാ ഈ യഹൂദി പറയും, നിങ്ങൾ പോല്ല, നിങ്ങൾക്ക് മകനല്ലാത്ത വേറൊരു സാക്ഷി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതാണ് ഈ പടയെങ്കിൽ എന്നതിന് നിങ്ങളുടെ മകനല്ലാത്ത വേറൊരു സാക്ഷിയുണ്ട്. ആരാണ്? അത് ഞാൻ തന്നെ. കാരണം നിങ്ങൾ ഒട്ടകപ്പുറത്ത് സൃഷ്ടിയിൽ പോകുമ്പോ നിങ്ങളോട് വീട് പോയതല്ലേ ഇത്, അപ്പൊ ഞാനിത് എടുത്തതല്ലേ ഇത്, ഞാൻ വിട്ടാൻ കൊണ്ടുപോയത് എനിക്കറിഞ്ഞൂടെ നിങ്ങളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷി ഞാൻ തന്നെ, ഇത് നിങ്ങളുടേതാണ്. സത്യത്തിന്റെ വിജയം അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറഞ്ഞു, നീ അത് അംഗീകരിച്ചല്ലോ, അതിനാൽ അത് നിനക്ക് ഞാൻ ഫ്രീ തന്നു. അതിന്റെ കൂടെ നിനക്ക് ഞാനൊരു കുതിരയും വിദാത്തരുന്നു സൗജന്യമായി. ആ യഹൂദി അവിടെ വെച്ചാണ് പറഞ്ഞു പോയത്, ഇതെന്തൊരു പ്രസ്ഥാനമാണ്, ഇസ്ലാം എന്തൊരാശയമാണ്, എന്തൊരു പ്രസ്ഥാനമാണ്. ഭരണാധികാരിയായ വ്യക്തി കോടതിയിൽ ചെന്ന് കേസ് പറയുന്നു. കോടതിയോ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണാധികാരിയായ
അലി ഇബ്നു അബീ താലിബിനെതിരെ, മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവിനെതിരെ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ബാപ്പക്കെതിരെ കോടതി വിധിക്കുന്നു. അവിടെ കോടതി നിയമം മാത്രം നോക്കുന്നു, ആളെ നോക്കുന്നില്ല, സ്വാധീനം തേടുന്നില്ല. ഇതെന്തൊരു നീതിയാണ്, ഇതെന്തൊരു സത്യപ്രസ്ഥാനമാണ്. ഇത് ഞാൻ നോക്കി നിൽക്കേണ്ട പ്രസ്ഥാനമല്ല, ഞാൻ മെമ്പറാകേണ്ട പ്രസ്ഥാനമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമത്തു തൗഹീദ് ചൊല്ലി യഹൂദി മുസ്ലിമായി പോയി കേട്ടോ. മനസ്സിന്റെ ശുദ്ധിയുള്ള മഹാന്മാരുടെ പ്രവർത്തനമാണ് ഇസ്ലാമിനെ ആകർഷിപ്പിച്ചത്, ഇസ്ലാമിലേക്ക് ജനങ്ങളെ കൂട്ടിയത്. പ്രസംഗത്തിന്റെ വൈഭവമല്ല, എഴുത്തിന്റെ ഒഴുക്കല്ല, ആത്മീയ സംസ്കരണമുള്ള മഹാന്മാരുടെ ജീവിതമാണ് ഇവിടെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ നയിച്ചത് കേട്ടോ. അത് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ നഷ്ടം, അത് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ കഷ്ടം, അത് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ സർവ പ്രശ്നവും. അതുകൊണ്ട് ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്തായി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ആത്മീയ സംസ്കരണത്തിന് വേണ്ട മറ്റൊരു കാര്യമെന്താണ്? വഅൽ അസില മൻ ഖതഅനി വഉതിയ മൻ ഹറമനി വഅഫു അമ്മൻ ളലമനി. മൂന്ന് കാര്യം വേറെ വേണം. അതെന്താണ്? എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കണം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. അയാളെ കല്യാണം എന്നോട് പറഞ്ഞിട്ടില്ല, ഞാനെന്താ കല്യാണം അയാളോട് പറയണം? അയാൾ പോകുമ്പോൾ എന്നോടൊന്നും പറയാതെ പോയി കളഞ്ഞു, ഞാൻ പോകുമ്പോൾ അയാളോട് പറയണം. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോകുന്ന സമയത്ത് സദ്യ ഒരുക്കി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, ശരിച്ചിട്ട് അയാൾ വന്നില്ല. ഹജ്ജും കഴിഞ്ഞ് വണ്ടി വരുമ്പോൾ തീരുമാനിച്ചു അയാൾക്ക് എന്തായാലും ശബ്ദം വെള്ളം കൊടുക്കണ്ട. ആ കോലത്തിൽ നമ്മളെ മനസ്സായി പോകാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്ന മനസ്സ്. പിന്നെയോ ഹറമനി, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്ന മനസ്സ്, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്ന മനസ്സ്. സുബ്ഹാനല്ലാഹ്. തൽക്കാലം അൽഫിയ നോക്കിയിട്ട് കാണുന്നില്ല, ഷബീർ ഉസ്താദ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ അൽഫിയ ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ ചങ്ങാതി തന്നില്ല. നമ്മളിങ്ങനെ കയ്യും വീശിയിട്ട് പോയി മറ്റവന്റെ അൽഫിയ നോക്കിയിട്ട് പോയി. മടങ്ങി വന്ന് പിറ്റേ ദിവസം അതേ ചങ്ങാതി അയാളെ ഫത്തുൽ മുഈൻ നോക്കിയിട്ട് കാണുന്നില്ല. ഉസ്താദ് ഫത്തുൽ മുഈന്റെ ദർശനം വിളിച്ചിട്ടുണ്ട്, നിന്റെ ഫത്തുൽ മുഈൻ ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ ഇന്നലെ ആയിഷ തരാത്തത് ഓർമ്മയില്ലേ എന്ന് ഓർമ്മിക്കുന്ന മുതഅല്ലിമാകരുതി വഴുത്തിയമൻ ഹറമനി, എനിക്ക് തടഞ്ഞവന് കൊടുക്കണം, ഇങ്ങോട്ട് തരാത്തവന് കൊടുക്കണം. പിന്നെയോ അമ്മല്ലമനി, ഇങ്ങോട്ട് അക്രമം ചെയ്തവന് വിട്ടുവീഴ്ച ചെയ്യണം. അവൻ കല്ലെറിഞ്ഞവനല്ലേ, അവൻ ചീത്ത പറഞ്ഞവനല്ലേ, അവൻ തെറി പറഞ്ഞവനല്ലേ, അവൻ മുർദാബാദ് വിളിച്ചവനല്ലേ, അവൻ കോലം കത്തിച്ചവനല്ലേ എന്ന് പറഞ്ഞൊരാളോടും വൈരാഗ്യം വെച്ച് പുലർത്തരുത്. മറിച്ച് ഏത് അക്രമം ചെയ്തവനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ്. എന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എന്റെ റബ്ബനോട് കൽപ്പിച്ചു. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, കാലിന്റെ എറിഞ്ഞ് രക്തം പൊട്ടി ഒലിച്ചിട്ട് പോലും എന്റെ ജനങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തില്ലേ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളിൽ കുത്തിപ്പൊട്ടിച്ച് പുറത്തെടുത്ത് ചവച്ചിരുപ്പിയിട്ട് പോലും അതേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ല വഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ സഹാബിയായി സ്വീകരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. തൗബ ചെയ്തപ്പോൾ സ്വീകരിച്ചില്ലേ? ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചില്ലേ?
വൈരാഗ്യം വെച്ച് കൂടലില്ലല്ലോ. ചീത്ത പറഞ്ഞ് പാട്ടുപാടിയ മഹാനായ സഹാബി പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് മധുപാടിയപ്പോ 4 സമ്മാനം കൊടുത്തില്ലേ. ഇങ്ങോട്ട് തെറ്റ് ചെയ്തവരൊക്കെയും മാപ്പ് കൊടുക്കുന്ന സ്വഭാവം അതുണ്ടാകണമെന്ന് എന്റെ റബ്ബിനോട് വസിയ്യത്ത് ചെയ്തു. പറയുകയാണ്, എന്റെ മൗനം ചിന്തയാകണം, എന്റെ മൗനം ചിന്തയാകണം, എന്റെ സംസാരം വിക്രാകണം, എന്റെ നോട്ടം പാഠമാകണം. ഞാൻ വിട്ടാരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കണം, എന്റെ ദൗർബല്യത്തെ കുറിച്ച് ചിന്തിക്കണം, എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, ഞാൻ ചെയ്ത തെറ്റിനെണ്ണവും കണക്കുമില്ല. ഞാൻ ചിലപ്പോൾ ദിക്റ് ചൊല്ലുമ്പോൾ അതിനെ എണ്ണം കണക്കാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തതൊന്നും ഞാൻ എണ്ണി കണക്കാക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ചെയ്ത പണികൾ അമലുകൾ അല്ലാഹ് കബൂൽ ചെയ്തോ ഇല്ലേ എന്ന് എനിക്ക് ഉറപ്പില്ല. അതല്ലേ ഏറ്റവും വലിയ കാര്യം. എത്ര വാഴ് പറഞ്ഞിട്ടെന്താണ്, എന്ത് സദഖ ചെയ്തിട്ടെന്താണ്, എത്ര സ്ഥാപനം ഉണ്ടാക്കിയിട്ടെന്താണ്, എന്ത് പ്രവർത്തിച്ചിട്ടെന്താണ് റബ്ബ് കബൂൽ ചെയ്ത് കിട്ടണ്ടേ. റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളോട് സഹകരിക്കുന്നവരുടെയും എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അതിനേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥാപനമില്ല, ഒരു പള്ളിയുമില്ല, ഒരു മദ്രസയുമില്ല, ഒരു ബിൽഡിംഗുമില്ല. അതിന്റെ നിർമ്മാണം നടക്കുമ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളെ നാഥാ നീ കബൂൽ ചെയ്യണേ. കഅബത്തിന്റെ പണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സയ്യിദ് ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അള്ളയൊന്ന് സ്വീകരിച്ചു കിട്ടണ്ടേ. ഇബ്രാഹിം നബി തങ്ങളുടെ താഴ്മ കണ്ടോ, ഇബ്രാഹിം നബിയുടെ ചിന്ത കണ്ടോ? ഏത് അമലും അള്ളയൊന്ന് കബൂൽ ചെയ്ത് കിട്ടണ്ടേ. ആ ചിന്തയിലല്ലേ കബൂൽ ചെയ്യാൻ വേണ്ടിയുള്ള ദുആ. എപ്പോഴും സഹോദരന്മാര് വെറുതെ ഇരിക്കുന്ന സമയത്ത് തെറ്റിനെ കുറിച്ച് ചിന്തിക്കണം. സൽക്കർമ്മം കൂടുതൽ ചെയ്യാൻ കഴിയാത്തതിൽ ഖേദിക്കണം. വയസ്സൊരു 19 19ഓളം വയസ്സൊക്കെ കഴിഞ്ഞു പോയില്ലേ. സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലം മുതൽ തഹജ്ജുദ് നിസ്കരിച്ച് എത്രയോ മഹാന്മാരില്ലേ. സുന്നത്ത് നിസ്കാരം കയ്യിക്കാതെ ജീവിച്ചവരില്ലേ. നിസ്കാരത്തിൽ വലിയ ഖുശൂഅ് കിട്ടിയവരില്ലേ. ധാരാളം ദിക്ർ ചൊല്ലിയവരില്ലേ. ധാരാളം സ്വലാത്ത് ചൊല്ലിയവരില്ലേ. പ്രവർത്തനം വലുതാണ്. ഹജ്ജ് ചെയ്യുന്നത് വലിയ മഹത്വമാണ്. ഖുർആൻ ഓതുന്നത് വലിയ പവറാണ്. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, ഖുർആൻ ദിവസേന കുറഞ്ഞ സമയമെങ്കിലും നിർബന്ധമായി ഓതിയിരിക്കണം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് 40 ദിവസത്തിനിടയ്ക്ക് ഓരോ മനുഷ്യനും ഓരോ ഖത്തം തീർക്കണമെന്നാണ്. 40 ദിവസത്തിനിടയ്ക്ക് ഒരു ഖത്തം തീർക്കണമെന്നാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ അതാ മരിച്ച വീട്ടിൽ 40 കഴിച്ചു. എന്താ കാരണം? 40 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം ഓതി തീർത്തു. ആ 40 ദിവസം കൊണ്ട് ഖത്തം ഓതി തീർത്തപ്പോ ആ സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരമാണ്. മരിച്ചവരുടെ പേരിൽ 40 ദിവസം കൊണ്ട് ഓതിയ ഖുർആൻ അത് ഓതി അതിന്റെ ദുആ നടത്തുമ്പോ കുറെ മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ ദുആക്ക് കൂട്ടുപ്രാർത്ഥനയാകുമ്പോൾ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. കൂട്ടുപ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ആ സമയത്ത് മരിച്ചവരുടെ പേരിൽ അല്പം ഭക്ഷണം കൂടി കൊടുത്താലോ അതാ ഇതുമായി കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ്. മരിച്ചവരുടെ പേരിൽ കൊടുക്കുന്ന ധർമ്മം അത് മരിച്ചവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതാണ്. ഇബ്നു തൈമിയ്യ പോലും തർക്കമില്ലെന്ന് പറഞ്ഞ സുന്നത്താണ്. അതല്ലേ മുക്കാദികൾ ഒരു 40 എന്ന് ഭക്ഷണം കൊടുത്തു അതിന്റെ ഏർപ്പാട് തന്നെ വെച്ചത്. അതായത് സഹോദരന്മാരെ 40 ദിവസം കൊണ്ടൊരു ഖത്മ് ഓതി തീർക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, റമദാൻ കഴിഞ്ഞതിനു ശേഷം ഖുർആൻ തുറന്നു നോക്കാത്തവരില്ലേ? ചോദിക്കട്ടെ,
നിന്റെ നേതാവിന്റെ പ്രസ്താവന കാണാൻ നീ പത്രം തുറന്നില്ലടോ, നീ പത്രം വായിച്ചില്ലടോ. നീ നിന്റെ നേതാവിന്റെ പ്രസ്താവന കാണാൻ നീ ചാനൽ തുറന്നില്ലേ, നിന്റെ നേതാവിന്റെ പ്രസ്താവന കാണാൻ നീ റേഡിയോ തുറന്നില്ലേ. ആരാണോ നിന്റെ നേതാവ്? ആരാണ് നിന്റെ പടച്ചവൻ? ആരാണ് നിന്റെ നേതാവിനെ പടച്ചവൻ? ആരാണ് നിന്റെ നേതാവിന് ഭക്ഷണം നൽകുന്നവൻ? ആരാണ് നിനക്ക് ഭക്ഷണം നൽകുന്നവൻ? ആരാണ് വെള്ളം നൽകുന്നവൻ? ആരാണ് നിനക്ക് ആ വായിക്കാനുള്ള കണ്ണ് തന്നവൻ? ആരാണ് കാത് തന്നവൻ? ആരാണ് കണ്ണ് തന്നവൻ? ആരാണ് തൊള്ള തന്നവൻ? ആരാണ് ആരോഗ്യം തന്നവൻ? ആരാണ് നിനക്ക് പത്രം തന്നവൻ? ആരാണ് നിനക്ക് റേഡിയോ തന്നവൻ? ആരാണ് നിനക്ക് ചാനൽ തന്നവൻ? ആരാണ് നിനക്ക് എന്തും തന്നവൻ? മറുപടി ഒന്നല്ലേ ഉള്ളൂ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ റബ്ബിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഈ റബ്ബിന്റെ അടിമയാണോ? ആ റബ്ബിന്റെ പ്രസ്താവനകൾ, ആ റബ്ബിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ. അതിന്റെ രോഗങ്ങൾക്ക് ശമനമല്ലേ, അതിന്റെ ആ ശാരീരിക രോഗത്തിനും ആത്മീയ രോഗത്തിനും ശമനമല്ലേ ആ ഖുർആൻ. നീ ഓതുന്നില്ലേ? നിന്റെ റബ്ബിന്റെ പ്രസ്താവന നീ വായിക്കുന്നില്ലേ? പിന്നെ നീ എന്ത് സ്നേഹമാണ് സ്നേഹിക്കുന്നത്? റബ്ബിന്റെ ഖുർആനോദനെ സഹോദരന്മാരെ, റബ്ബിനെ പുകഴ്ത്തണം, റബ്ബിന്റെ ഖുർആനോദനും. ആ ഖുർആൻ നിനക്കാര് കൊണ്ട് തന്നു? ആ റബ്ബിനെ നിനക്കാര് പരിചയപ്പെടുത്തി തന്നു? നിനക്ക് വിക്രാരി പഠിപ്പിച്ചു തന്നു? ആ റബ്ബിന്റെ മഹത്വം നിനക്കാര് പറഞ്ഞു തന്നു? മറുപടി ഒന്നല്ലേ ഉള്ളൂ, അതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും ഒരു റഹ്മത്തും അല്ലാഹ് ചെയ്യുന്നില്ലല്ലോ. ഏത് നിയമത്തും അല്ലാഹുവിൽ നിന്നാണ്. പക്ഷേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന ആയത്തിന്റെ തഫ്സീർ പറഞ്ഞില്ലേ? فلم تمس بنا نعمة ظهرت أو بطنت دل بها حظا في دين أو دنيا أو دفي بها أدى مكروه فيهما وفي واحد منهما إلا ومحمد صلى الله عليه سببها. ദുനിയാവിലോ ആഖിറത്തിലോ ദീനിലോ ദുനിയാവിലോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ മനുഷ്യർക്കോ ആർക്കെന്ത് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ലാവ മുഹമ്മദുൽ സല്ലല്ലാഹു അലൈഹി സബബുഹാ. അതിന് മുഴുവനത്തിനും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നീ ധാരാളം സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ നാവ് കൊണ്ടുള്ള സംസാരം പ്രതിഫലം കിട്ടുന്ന സംസാരമാകണം. നോട്ടങ്ങൾ പാഠമാകണം, നോട്ടങ്ങൾ പാഠമാകണം. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് താടിയും തലയുമൊക്കെ നരച്ചത് കാണുമ്പോ അതാ എനിക്കതാ എന്റെ ശരീരത്തിൽ നരച്ചു തുടങ്ങിയല്ലോ. കളറ് മാറിയാൽ ആ പഴം പറിക്കാനായി എന്നതിന്റെ തെളിവല്ലയോ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ തോന്നണം, ചെറുപ്പക്കാരാ നീ കണ്ടിട്ടില്ലേ, പച്ചമാക കൊഴിഞ്ഞത് കണ്ടില്ലേ, ഇളന്തിരി അടർന്നു വീഴുന്നത് കണ്ടില്ലേ, പച്ചക്കായ പറിച്ചെടുക്കുന്നത് കണ്ടില്ലേ? നീ അത് കണ്ടാൽ പാഠം പഠിക്കണം. പ്രായമില്ലാത്തവരും ഏത് സമയത്തും ഭരിക്കാം. ഓ കുട്ടികളെ, മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടില്ലേ, ഉണ്ടിനാക കൊഴിഞ്ഞു പോകുന്നത് കണ്ടില്ലേ? അതാ ഈച്ച കുത്തിപ്പോകുന്ന പിടിയിട്ട് വരുന്ന സമയത്ത് തന്നെ ഈച്ച കുത്തിപ്പോകുന്ന പച്ചക്കറി കണ്ടില്ലേ? ഏത് സമയത്തും മരണമാകാം. ഈ ചിന്ത നിന്റെ കൽവിലുണ്ടാകണം. ഓ മനുഷ്യ, നിന്റെ മനസ്സിൽ കാരുണ്യം വേണം. ഈ പശുക്കുട്ടി
പശുക്കുട്ടിയോട് പശു കാണിക്കുന്ന കാരുണ്യം കണ്ടോ? പൂച്ചക്കുട്ടിയോട് പൂച്ച കാണിക്കുന്ന കാരുണ്യം കണ്ടോ? ഓ ഉമ്മമാരെ, സ്വന്തം മക്കളോട് കാരുണ്യം വേണം, മക്കളെ ഭാര്യമാരോട് കാരുണ്യം വേണം. സ്വന്തം മകന്റെ ഭാര്യമാരോട് അക്രമം ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള കൽബ് ശുദ്ധിയാക്കൂല കേട്ടോ. സ്വന്തം മകന്റെ ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ ഭാര്യമാർക്ക് വീട്ടിലുള്ള ജോലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു കൊടുക്കാറുണ്ടെന്നല്ലേ ആയിഷ ബീവി പറഞ്ഞത്. ആര്? ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യത്തിന്റെ ജോലി എടുക്കുമ്പോ റസൂലുള്ളാഹി അതിൽ കൂടിക്കൊടുക്കുന്നു. സ്വന്തം മകന്റെ ഭാര്യ വീട്ടിൽ ജോലി എടുക്കുമ്പോ ഒന്നും കൂടിക്കൊടുക്കാതെ ആ മകന്റെ ഭാര്യയുടെ കുറ്റവും കുറവും മാത്രം നോക്കി നടക്കുന്ന ചില ഉമ്മമാരില്ലേ? നിങ്ങളെ മനസ്സിൽ കാരുണ്യം വേണം ഉമ്മമാരെ. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന മോഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പാപം പൊറുത്തുപോയി എന്ന് അവിടുന്ന് പറഞ്ഞില്ലേ? ഏത് നായയോടും കാരുണ്യം വേണം, ഏത് പൂച്ചയോടും കാരുണ്യം വേണം, ഏത് ജീവിയോടും കാരുണ്യം വേണം. നമ്മുടെ കീഴിൽ ജോലിയെടുക്കുന്നവർ, നമ്മുടെ മകന്റെ ഭാര്യമാർ, നമ്മുടെ മക്കളുടെ ഭാര്യമാർ, അവരോടൊക്കെ കാരുണ്യം വേണം. ഇതുപോലെ പെൺകുട്ടികളെ പ്രായമുള്ള ഉമ്മയെയും ബാപ്പയെയും അവഗണിക്കരുത്. സ്വന്തം ഭർത്താവിന്റെ ബാപ്പയെയും ഉമ്മയെയും അവഗണിക്കരുത്. അവരോട് സ്നേഹവും ബഹുമാനവും നിങ്ങൾക്കും ഉണ്ടാകണം. സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കണം, കുടുംബബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും തമ്മിലുണ്ടാകണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം, എല്ലാവർക്കും നന്മ ചെയ്യണം. നമ്മുടെ കൽബ് വളരെ ശുദ്ധിയാകണം. അങ്ങനെ എവിടെ നോക്കിയാലും പാഠം പഠിക്കണം. ഓ ചെറുപ്പക്കാരെ, നല്ല ചെറിയ തെങ്ങിന്റെ തൈ കാണുമ്പോ ധാരാളം തേങ്ങയുണ്ടല്ലോ, ധാരാളം വിളഞ്ഞിരുണ്ടല്ലോ, ധാരാളം ഓലയുണ്ടല്ലോ, മടലുണ്ടല്ലോ. ഇത് കണ്ട് നീ പാഠം പഠിക്കണം. നീയല്ലേ ആരോഗ്യമുള്ളവൻ. തീറ്റത്തെങ്ങ് പോലെയല്ലല്ലോ. തീറ്റത്തെങ്ങാകുമ്പോൾ അതിന്റെ ഓല ചെറുതാണ്, തേങ്ങ ചെറുതാണ്, അത് എണ്ണം കുറവാണ്. കാരണം മൂപ്പർക്ക് ആരോഗ്യം കുറവാണ്. ഓ ചെറുപ്പക്കാരാ, സുന്നത്ത് നിസ്കരിക്കേണ്ടത് നീയാണ്, നിനക്കല്ലേ ആരോഗ്യമുള്ളത്. നീ കണ്ടോ തെങ്ങിന്റെ അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് കണ്ടോ? അതിന്റെ ചെറുപ്പകാലത്തല്ലേ തേങ്ങ കൊടുക്കുന്നത്, അതിന്റെ ചെറുപ്പകാലത്തല്ലേ ഇളഞ്ഞിന് ധാരാളം കൊടുക്കുന്നത്, അതിന്റെ ചെറുപ്പകാലത്തല്ലേ ധാരാളം പഴമുണ്ടാകുന്നത്. ഓരോ സസ്യങ്ങളും അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നു, അതിന്റെ യുവത്വത്തിൽ ഡ്യൂട്ടി നിർവഹിക്കുന്നു. ഓ ചെറുപ്പക്കാരാ, നീ എപ്പോഴേക്കാ സുന്നത്തിസ്കാരം ബാക്കി വെച്ചത്? നീ എപ്പോഴേക്കാ വിക്ർ ബാക്കി വെച്ചത്? നീ എപ്പോഴേക്കാ ഖുർആൻ ഓഴൽ ബാക്കി വെച്ചത്? ചോദിക്കട്ടെ, തീറ്റത്തെങ്ങിന്റെ വേലയാണോ തേങ്ങ ധാരാളം ഉണ്ടാകേണ്ടത്? അല്ല തൈത്തങ്ങിന്റെ വേലയാണോ ഉണ്ടാകേണ്ടത്? നിനക്കല്ല കണ്ടു കണ്ടത് നോക്കി പഠിക്കാനാണ്. ചെറുപ്പക്കാരാ, സുന്നത്ത് ധാരാളം പകർത്തിക്കോ, ധാരാളം സുന്നത്ത് നിസ്കരിച്ചോ. തഹജ്ജുദിന്റെ സമയത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നീ എഴുന്നേറ്റിരുന്നു. കാണുന്നില്ലേ ജീവനുള്ള സാധനങ്ങള്? പൂവൻ കോഴിയെ കണ്ടില്ലേ? പെടക്കോഴിയെ കണ്ടില്ലേ? അതുപോലെ മാടപ്പിറാവിനെ കണ്ടില്ലേ? കാക്കകളെയും കുയിലുകളെയും കണ്ടില്ലേ? ആ ജീവികളൊക്കെ നമ്മൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ലേ? എന്നാൽ ആ ജീവികൾ അവരെ പടച്ച് നമ്മൾക്ക് വേണ്ടിയാണെങ്കിലും അതിന്റെ ഡ്യൂട്ടികളൊക്കെ അത് നിർവഹിക്കുന്നതോടുകൂടി തന്നെ മാടപ്പറാവുകൾ പാതിരക്ക് എഴുന്നേറ്റ് റബ്ബിന് തസ്ബീഹ് ചൊല്ലിയില്ലേ? പൂവൽ കോഴികൾ പാതിരക്ക് എഴുന്നേറ്റ് റബ്ബിന് ദിക്ർ ചൊല്ലിയില്ലേ? എല്ലാ പക്ഷികളും എല്ലാ മൃഗങ്ങളും സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് അവകളതാ അതിന്റെ കാതുകൾ തുടങ്ങിയില്ലേ? എഴുന്നേറ്റ് നിന്നില്ലേ? ദിക്റും തസ്ബീഹും നടത്തിയില്ലേ? സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ തവളകൾ അതിന്റെ ദിക്ർ രാത്രിയും പകലും ഇങ്ങനെ ചൊല്ലുന്നില്ലേ? എല്ലാ ജീവികളും ദിക്റിലും തസ്ബീഹിലും കഴിയുമ്പോ ബുദ്ധിയും വിവരവുമുള്ള നമ്മള് കള്ളം പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നബീബത്ത് പറഞ്ഞു, ഫസാദ് പറഞ്ഞു, ഫിത്ന പറഞ്ഞു ജീവിക്കുന്ന നമ്മള് നമുക്കൊരു ഹദ്ദാദ് ചൊല്ലാൻ സമയമില്ല, നമുക്കൊരു വിരുദുൽ ലത്തീഫ് ചൊല്ലാൻ സമയമില്ല, നമുക്കൊരു ഖുർആൻ ഓതാൻ സമയമില്ല, നമുക്കൊരു സലാത്തിന് സമയമില്ല. പോകട്ടെ, ഒരു തഹജ്ജുദിന്റെ 2 റക്അത്ത് പോലും പതിവാക്കാൻ നമ്മളില്ല. സുബ്ഹിന്റെ സമയത്ത് ജമാഅത്തിന് നമ്മളില്ല.
മുആദരദ്രസത്തിന് നമ്മളില്ല. ഈ രൂപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ പഠിക്കേണ്ടത് പഠിക്കാത്ത ജീവിതമല്ലേ? കണ്ട് പഠിക്കേണ്ടതില്ലേ? മൃഗങ്ങളിൽ പാഠമില്ലേ? സസ്യങ്ങളിൽ പാഠമില്ലേ? പക്ഷികളിൽ പാഠങ്ങളില്ലേ? എന്റെ നോട്ടങ്ങളൊക്കെയും ചിന്തകളാകണമെന്ന് അവിടുന്ന് അതാ പറയുന്നു, കൽപ്പിച്ചിരിക്കുന്നു. നല്ല കാര്യങ്ങൾ ധാരാളം കൽപ്പിക്കണം, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്തക്കാര്യങ്ങൾ വിരോധിക്കണം. അങ്ങനെ സംശുദ്ധമായ ജീവിതം നയിച്ച് മരിക്കണം. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ആത്മീയമായ സംസ്കരണം തരണം റഹ്മാനേ. ഖൽബ് കൊണ്ട് നിന്നിലേക്ക്, നിനക്ക് വേണ്ടിയുള്ള ചിന്തയിലേക്ക് നീങ്ങാൻ തൗഫീഖ് തരണം റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ ഖൽബിൽ ആരോടും അസൂയ പാടില്ല, വിദ്വേഷം പാടില്ല, അഹങ്കാരം പാടില്ല. നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ച് താഴ്മയുള്ള മനസ്സ്, അല്ലാഹുവിൽ മുഴുവനും അർപ്പിച്ച് താഴ്മയുള്ള മനസ്സ്, ആ മനസ്സോടുകൂടെ ജീവിച്ച് മരിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും സാലിഹീകളിൽ പെടുത്തണം റഹ്മാനേ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ പ്രിയം വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ്. യമനിലേക്ക് പോകാൻ പറഞ്ഞു. അംറു ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കാൻ പറഞ്ഞില്ലേ? ചീത്ത കാര്യം വിരോധിക്കാൻ പറഞ്ഞില്ലേ? ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് വലിയ പ്രതിഫലമല്ലേ? തഅല്ലിമീകളെ നന്നായി പഠിക്കണം, നന്നായി കിതാബ് നോക്കണം, നന്നായി കിതാബിൽ സമയം ചെലവഴിക്കണം. ദുനിയാവിന്റെ ചിന്തയിൽ കടന്ന് നമ്മളെ വോട്ടിന്റെ കാര്യത്തിൽ ചിന്ത കുറഞ്ഞു പോകരുത്. പഠനം തന്നെ, വീണ്ടും പഠനം തന്നെ, പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കുക തന്നെ, വീണ്ടും കൂടുതൽ പഠിക്കുക തന്നെ. അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള റൂട്ട് ഇൽമിന്റെ റൂട്ട് തന്നെ. ഇൽമ് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ മുതഅല്ലിമീങ്ങൾ ഭാഗ്യവാന്മാരെ തന്നെ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ മുതഅല്ലിമീങ്ങളെയും സ്വർഗത്തിലേക്ക് വഴി എളുപ്പമായ ഉൾപ്പെടുത്തണേ റഹ്മാനേ. മുആദ് റളിയല്ലാഹു അൻഹു ദീനിന്റെ പ്രചരണത്തിന് യമനിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രത്തിന് വേണ്ടി കൂടെ പോവുകയാണ്. യമനിലേക്ക് പോകുന്ന മുആദ് റളിയല്ലാഹു അൻഹു മദീനയുടെ എന്തിലെത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടക്കുകയാണ്. മദീനയുടെ എന്തിലെത്തിയപ്പോ യാത്ര പറയുകയാണ്. അപ്പോഴാ പറയുന്നു, മുആദ് ഈ കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോ ഞാനുണ്ടാകൂല മുആദേ. അല്ലാഹുവിന്റെ റസൂല് മറഞ്ഞ കാര്യം അറിയൂല എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹു അവരെ സന്മാർഗത്തിലേക്ക് ഈമാനിലേക്ക് എത്തിച്ചു തരട്ടെ. അവരെ അല്ലാഹു തആല നന്നാക്കട്ടെ. നമ്മളവരെ ശപിക്കുന്നില്ല. അതേ സമയത്ത് അവരുടെ കാര്യം വളരെ പരിതാപകരം തന്നെ, സഹതാപകരം തന്നെ. ഈമാനിന്റെ കാര്യം വളരെ അപകടം തന്നെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അവിടുന്ന് പറയുകയാണ്, അടുത്ത കൊല്ലം നിങ്ങൾ വരുമ്പോ ഞാനുണ്ടാകൂല മുആദേ. നിങ്ങളെന്റെ ഖബറിൽ വരും, നിങ്ങളെന്റെ പള്ളിന്റെ അടുക്കൽ വരും. നിങ്ങൾ വരുമ്പോ ഞാനുണ്ടാകൂല മുആദേ. പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി പറയുകയാണ്. അവിടുന്ന് ഉണ്ടാവൂല ഒന്ന്. മുആദ് ഒരു കൊല്ലത്തേക്ക് മരിക്കൂല രണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ അടുക്കൽ വരുമ്പോൾ മുആദിന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ ഇങ്ങനെ
ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. കപ്പലല്ലേ വല്ലാതെ ദുഃഖം മനസ്സിൽ ചിന്തതാ ചെത്തിൽ കുന്ന മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് തങ്ങളുടെ സദസ്സിലിരുന്ന് ഇൽമു പഠിക്കുന്നതിനിടയിൽ പഠിച്ച ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി യമനിലേക്ക് പോകാൻ പറയുമ്പോ ആ പോകുന്ന സമയത്ത് അവിടുത്തെ മുഖം കാണുകയില്ലല്ലോ, അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കാൻ സാധ്യമല്ലല്ലോ. ആ വേദനയോടെ പോകുമ്പോഴല്ലേ അവസാനം പറയുന്നത്, ശരി നിങ്ങൾ വരുമ്പോ ഞാൻ ഉണ്ടാകൂല മുആദേ. സുബ്ഹാനല്ലാഹ്, മുആദിന്റെ മനസ്സ് പൊട്ടിപ്പോയി. പൊട്ടി കരയാൻ തുടങ്ങി. ഈ ഹദ്റത്തിൽ എനിക്കെത്താൻ കഴിയില്ല പോൽ, അവിടുത്തെ ഞാനെനി കാണുകയില്ല പോൽ, അവിടുത്തെ മുഖം എനിക്കൊരു ദർശിക്കാൻ കഴിയില്ല പോൽ. ഞാൻ ദീനീ പ്രവർത്തനത്തിന് യമനിൽ പോകുന്നു. മടങ്ങി വരുമ്പോൾ ഞാൻ ഏറ്റവും പ്രിയം വെക്കുന്ന സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമ, ഏറ്റവും കൂടുതൽ അവന്റെ സൃഷ്ടികളിൽ സ്നേഹിക്കുന്നത് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് ഈമാനിന്റെ മധുരമാണ്. ഇരിക്കട്ടെ, ആ നബികളെ ഒരിക്കലും കാണാൻ കഴിയില്ലെന്നല്ലേ പറയുന്നത്. പൊട്ടിക്കരയുമ്പോ അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, മുസ്ലിമീങ്ങളെ മദീനയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ വാചകം, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനൂ ഹൈതു കാനൂ. ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആളി, ഞാനുമായി ഏറ്റവും അടുത്ത ആളി അതാരാണ്? അൽ മുത്തഖൂൻ. മനസ്സില്ലാരോടും വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, അഹങ്കാരമില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന് തോന്നാതെ, അത്തഖ്വാഹാഹുന, തഖ്വ മനസ്സിലല്ലേ, മനസ്സ് ശുദ്ധിയാക്കിക്കൊണ്ട് ഞാനും എന്റെ റബ്ബും കൽപ്പിച്ചതൊക്കെ എടുക്കുന്നവർ, ഞാനും എന്റെ റബ്ബും വിരോധിച്ചതൊക്കെ ഒഴിക്കുന്നവർ, അങ്ങനെയുള്ള മുത്തഖീകളാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ. മൻകാനൂ, അവരാരാണെങ്കിലും ശരി, പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഏത് രാജ്യക്കാരനായാലും ഭാഷക്കാരനായാലും ആരാണോ തഖ്വയുള്ളവർ അവരാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ. ഹൈതു കാനൂ, അവരേത് നാട്ടുകാരാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും എവിടെയാണെങ്കിലും ആരാണോ മുത്തഖീകൾ അവരാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവരെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. മുആദ് വ്യസനിക്കേണ്ടതില്ല, മുആദ് സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ യമനിലാണുള്ളതെങ്കിലും തഖ്വയുണ്ടോ? ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവൻ തന്നെ. അത് ലോകത്ത് മുഴുവനുമുള്ളവർക്ക് മനസ്സിന് സമാധാനത്തിന് പറഞ്ഞ വാക്കാണ്. നമ്മൾ ഈ കൊച്ചു കേരളത്തിലാണെങ്കിലും തഖ്വയോടെ ജീവിച്ചാൽ ചെറുപ്പക്കാരാ, തഖ്വയോടെ ജീവിച്ചാൽ ഉമ്മമാരെ, തഖ്വയോടെ ജീവിച്ചാൽ കാരണവന്മാരെ, മദീനയിൽ കിടക്കുന്ന നേതാവുമായി ഏറ്റവും ബന്ധമുള്ളവരാണ് കേട്ടോ. ആ ബന്ധം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളയുമായി ബന്ധമുള്ളവരാണ് കേട്ടോ. റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞങ്ങളെ ഖൽബിന് നീ ബന്ധം തരണേ റഹ്മാനേ. നീയുമായി ഞങ്ങളെ ഖൽബിന് അടുപ്പം തരണേ റഹ്മാനേ. നിന്നെ സ്നേഹിച്ചുകൊണ്ടും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുമുള്ളൊരു ജീവിതത്തിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. എല്ലാവരും മരിച്ചുപോയവരുടെ പേര് ഒരുപാട് ആളുകൾ പഴയ കാലത്ത് ഇവിടെ കോടമ്പഴമെന്ന് വേണം പറയുമ്പോ കണ്ടിരുന്ന പലരും മരിച്ചുപോയി. അതുപോലെ നമ്മുടെ ഉമ്മ ബാപ്പമാര്
കുടുംബക്കാർ ഉസ്താദുമാർ പലരും മരിച്ചുപോയി. നമ്മുടെ ചെറുവണ്ടൂർ അബൂക്കർ ഹാജിയുടെ മകൻ എപ്പോ വരുമ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു. അല്ലാഹു ആ ചെറുപ്പക്കാരുടെ സുഹൃതാക്കളിൽ പെടുത്തട്ടെ. അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും വലിയവരും പ്രായപ്പെട്ടവരും പലരുമുണ്ട്. അല്ലാഹു എല്ലാവരും ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. ഇന്ന് മരിച്ചുപോയവരുടെ പേരിലൊക്കെ ഒരല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. സലാത്ത് നമുക്ക് ദുആ ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് അല്ലാഹുവേ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം. അല്ലാഹു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. മൂസാ നബി പറഞ്ഞു അതെല്ലാവരും ചൊല്ലുന്ന ദിക്ർ എനിക്കൊന്ന് പ്രത്യേകം പറഞ്ഞു തരണം. അല്ലാഹു അപ്പൊ പറഞ്ഞു മൂസാ നബിയെ, ഏഴ് ആകാശത്തിലുമുള്ള മുഴുവൻ വസ്തുക്കളും അതിനെ പരിപാലിക്കുന്നവരും ഞാനല്ല, എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ ആകാശം പരിപാലിക്കുന്നവരും 7 ആകാശങ്ങളും 7 ഭൂമിയും ഒരു തട്ടിൽ വെച്ചു. നേരെ ഇപ്പുറത്തെ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും വെച്ചാൽ ലമാലത്ത് ബിഹിദ്ദാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ കരം കൊണ്ട് 7 ആകാശവും 7 ഭൂമിയും അതിലുള്ളത് മുഴുവനും ചെറിഞ്ഞു പോകും. മൂസാ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വെയിറ്റ് വലുതാണ്, അതിനേക്കാൾ വെയിറ്റുള്ളതില്ല. ധാരാളം ചൊല്ലണേ ഉമ്മമാരെ, ധാരാളം ചൊല്ലണേ മുഅ്മിനീങ്ങളെ. ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഒരൽപ്പം സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഇവിടെ ദാറുൽ മആരിഫിന്റെ കീഴിൽ വലിയ ദീനീ ഖിദ്മത്ത് നടക്കുന്നുണ്ട്. അല്ലാഹു അത് പുരോഗമിപ്പിച്ചു തരുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഹഖിന്റെ മേൽ നിലനിർത്തുമാറാകട്ടെ. അതിന് സേവനം ചെയ്യുന്ന ബാബ ഉസ്താദ് മുതൽ നമ്മുടെ ഹബീബ് സാഹിബ് മുതൽ ചെറിയവരും വലിയവരുമായി സാധാരണക്കാരും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും പരിസരങ്ങളിലുള്ളവരും വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും റബ്ബേ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ച 17 പല സ്ഥലത്തുമുണ്ട്. അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നിറവേറ്റണേ റഹ്മാനെ. എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യണം. ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, സലാത്തും ചൊല്ലി ദുആ ചെയ്യണം. ആ സമയത്ത് നിങ്ങളെ കയ്യിൽ അല്ലാഹു തന്നത് വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി ഒരു തുടക്കം എന്ന നിലയ്ക്ക് എല്ലാവരും ധർമ്മം ചെയ്യണം. സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തയച്ചാൽ അവരും കഴിയുന്നത് കൊടുത്തയക്കണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിൽ ദുആ ഉത്തരമുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ.